ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. 2023 നെയ്മർ ജൂനിയർക്കേറ്റ ACL ഇഞ്ചുറി ഓർമ്മയുണ്ടോ? ഗുരുതരമായ ഒരു പരിക്കായിരുന്നു അത്. അതായത് 2023 ഒക്ടോബർ മാസത്തിൽ ഉറുഗ്വേക്കെതിരെ നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിന്റെ ആദ്യ പകുതിയിലാണ് നെയ്മർക്ക് ആ പരിക്കേറ്റത്. ഉറുഗ്വൻ താരമായ നിക്കോളാസ് ഡി ലാ ക്രൂസ് പിറകിൽ നിന്നും നെയ്മർ ജൂനിയറെ ഫൗൾ ചെയ്ത് വീഴ്ത്തുകയായിരുന്നു. കടുത്ത ടാക്കിളായിരുന്നു. അതോടുകൂടിയാണ് ACL ഇഞ്ചുറി നെയ്മർക്ക് ഏൽക്കേണ്ടി വന്നത്. ആ സീസൺ മുഴുവനും നെയ്മർക്ക് നഷ്ടമായി എന്നുള്ളത് മാത്രമല്ല, 2024 കോപ്പ അമേരിക്കയും നെയ്മർക്ക് നഷ്ടമായി. ഒരുപാട് കാലത്തിന് ശേഷമാണ് ആ പരിക്കിൽ നിന്നും മുക്തനായിക്കൊണ്ട് നെയ്മർ ജൂനിയർ തിരിച്ചു വന്നത്. ഇപ്പോഴിതാ ഡി ലാ ക്രൂസ് ഒരിക്കൽ കൂടി വില്ലനായിട്ടുണ്ട്. ഇപ്രാവശ്യം സ്പാനിഷ് സൂപ്പർ താരമായ നിക്കോ വില്യംസ് ആണ് അദ്ദേഹത്തിന്റെ ഇര. അതായത് കഴിഞ്ഞ വേൾഡ് കപ്പ് മത്സരത്തിൽ സ്പെയിനും ഉറുഗ്വേയും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരത്തിൽ ലാ ക്രൂസ് ഈ താരത്തെ അഥവാ നിക്കോ വില്യംസിനെ ഫൗൾ ചെയ്ത് വീഴ്ത്തിയിട്ടുണ്ട്. തുടർന്ന് നിക്കോ വില്യംസിന് പരിക്കേറ്റു എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വേൾഡ് കപ്പിലെ ഭാവി മത്സരങ്ങൾ ഇപ്പോൾ അവതാളത്തിലാണ്. ഭൂരിഭാഗം മത്സരങ്ങളും അദ്ദേഹത്തിന് നഷ്ടമാകും എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു. പരിക്കിൽ നിന്നും നിക്കോ വില്യംസ് മുക്തനായി വരുന്ന ഒരു സമയമായിരുന്നു ഇത്. ആ സമയത്താണ് നിക്കോ വില്യംസിനെ ലാ ക്രൂസ് ഗുരുതരമായ ഫൗളിന് ഇരയാക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് നിക്കോ വില്യംസ് കഴിഞ്ഞ ദിവസം പങ്കുവെക്കുകയും ചെയ്തിരുന്നു. വളരെ വികാരഭരിതനായിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. മാത്രമല്ല, തന്നെ ഫൗളിന് ഇരയാക്കിയ ലാ ക്രൂസിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതായത് ഈ ഫൗൾ തികച്ചും അനാവശ്യമായിരുന്നു, അത് ഒഴിവാക്കാമായിരുന്നു എന്നാണ് രോഷത്തോടു കൂടി ഇപ്പോൾ നിക്കോ വില്യംസ് പ്രതികരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ പരിക്കിൽ നിന്നും മടങ്ങി വന്ന ഒരു സമയമായിരുന്നു ഇത്. ഞാൻ എൻ്റെ സന്തോഷം വീണ്ടെടുക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ വീണ്ടും എനിക്ക് പരിക്കേറ്റു. എൻ്റെ അഭിപ്രായത്തിൽ എതിർ താരത്തിന് ആ ഫൗൾ ഒഴിവാക്കാമായിരുന്നു. തീർത്തും അനാവശ്യമായ ഒരു ഫൗളാണ് അദ്ദേഹം നടത്തിയത്. ഇതാണ് നിക്കോ വില്യംസിന്റെ ഒരു പരസ്യ പ്രതികരണം വന്നിട്ടുള്ളത്. ആ ഫൗൾ എതിർ താരത്തിന് അഥവാ ലാ ക്രൂസിന് ഒഴിവാക്കാമായിരുന്നു എന്നാണ് നിക്കോ വില്യംസ് പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും കടുത്ത ഫൗളുകൾക്ക് പേരുകേട്ട ഒരു താരമാണ് ലാ ക്രൂസ്. അത് പല താരങ്ങൾക്കും വെല്ലുവിളിയാവുകയും ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.